നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അൻവറിന് അംഗത്വം നൽകി. DMK പ്രവേശനം പാളിയതിനു പിന്നാലെ UDFൽ സ്ഥാനമുറപ്പിക്കാനുള്ള നീക്കത്തിലായിരുന്നു അൻവർ. അതിലും കാര്യമായ പുരോഗതിയില്ലാത്ത ഘട്ടത്തിലാണ് പുതിയ ട്വിസ്റ്റ്. പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിക്കൊപ്പം അൻവർ നാളെ വാർത്താ സമ്മേളനം നടത്തും. ദേശീയ ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയുടെ സാന്നിധ്യത്തിലായിരുന്നു അൻവറിന്റെ തൃണമൂൽ പ്രവേശം. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പി.വി. അൻവറിന്റെ അർപ്പണ മനോഭാവവും ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടവും തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യത്തോട് ചേർന്നു നിൽക്കുന്നുവെന്നാണ് അഭിഷേക് ബാനർജി എക്സിൽ കുറിച്ചത്. അൻവറിന്റെ അംഗത്വം സ്ഥിരീകരിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിലും ട്വീറ്റുണ്ട്. CPIM-നോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച അൻവർ അവരുടെ ഏറ്റവും വലിയ ശത്രുവിനൊപ്പമാണ് ചേർന്നിരിക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. CPIM-നെ തള്ളിപ്പറഞ്ഞ് മുന്നണിയിൽ നിന്ന് പുറത്തുവന്ന അൻവറിന്റെ ആദ്യ ലക്ഷ്യം തമിഴ്നാട്ടിലെത്തി DMK പ്രവേശനമായിരുന്നു. എന്നാൽ നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് അത് നടന്നില്ല. DMK എന്ന പേരിനൊപ്പിച്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടനയും കറുപ്പും ചുവപ്പും ചേർന്ന ഷാളുമായി അൻവറിന് ചെന്നൈയിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയായി. വന്യജീവി ആക്രമണത്തിനെതിരായ സമരവും നിലമ്പൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമണ കേസിലെ അറസ്റ്റും രാഷ്ട്രീയമായി ജീവശ്വാസം കൊടുത്തു. അൻവറിന്റെ അറസ്റ്റിനെതിരായ UDF നേതാക്കളുടെ പ്രതികരണം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിച്ചതോടെ കാര്യങ്ങൾ കരയ്ക്കടുത്തുവെന്ന പ്രതീതിയുണ്ടാക്കി. എന്നാൽ കോൺഗ്രസ് നേതാക്കളെ കാണാൻ അൻവർ തിരുവനന്തപുരത്തെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. ഇതോടെയാണ് നേരത്തെ നീക്കിവെച്ച കരുക്കൾ കൊണ്ട് തൽക്കാലം കളം പിടിക്കാൻ പി.വി. അൻവർ തീരുമാനിച്ചത്. ഇന്ത്യ സഖ്യമെന്ന നിലയിൽ കേരളത്തിൽ UDFനൊപ്പം നിൽക്കാനാകും അൻവർ ശ്രമിക്കുക. പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയും ആവശ്യപ്പെട്ടേക്കും. പുതിയ പാർട്ടിക്കൊപ്പം ചേരുന്ന അൻവറിന്റെ നീക്കങ്ങൾ ഇനിയും വാർത്തകളാകുമെന്ന് ഉറപ്പാണ്. അതേസമയം തൃണമൂലിൽ ചേർന്നുവെന്ന് പറയുമ്പോഴും ഔദ്യോഗികമായി അംഗത്വം എടുത്തുവെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തായാലോ സ്പീക്കറെ അറിയിച്ചാലോ അൻവർ അയോഗ്യനാകും. നിയമ നടപടികളിലേക്ക് തന്നെയാകും അൻവറിന്റെ തൃണമൂൽ പ്രവേശനം നീങ്ങുക. ന്യൂസ് മലയാളം, കോഴിക്കോട്.